നമസ്കാരം പ്രശാന്ത് സർ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഓരോ ചാറ്റുകൾ ചെയ്തപ്പോഴൊക്കെ ഈ രാജീവ് ചന്ദ്രശേഖർ BJP അധ്യക്ഷനാകാനുള്ള സാധ്യതകൾ താങ്കൾ അങ്ങനെ തള്ളിക്കളഞ്ഞിരുന്നില്ല. അതിന് ചില സൂചനകളൊക്കെ തന്നിരുന്നു. അപ്പോൾ അങ്ങനെ വാർത്തകളും വരുന്നുണ്ട്. തലസ്ഥാനത്ത് സജീവമാകുന്നു, സ്വന്തമായിട്ട് വീടൊക്കെ വാങ്ങി, ഉടൻ തന്നെ പുതിയ BJP സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കും, അത് രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും. കേരളത്തിലെ പാർട്ടിക്ക് അതെങ്ങനെ ഗുണം ചെയ്യും? മാത്രമല്ല ഈ വാർത്ത സത്യമായിരിക്കുമോ? വാർത്ത സത്യമായിരിക്കുമോ നമുക്ക് പ്രഖ്യാപിക്കാൻ പറ്റത്തില്ല. വാർത്ത അതിന് സാധ്യത കൂടുന്നുണ്ട്. കാരണം രാജീവ് ചന്ദ്രശേഖരനോട് മനോരമ ന്യൂസും അല്ലെങ്കിൽ മാധ്യമങ്ങളും ഒക്കെ ചോദിച്ച ചോദ്യത്തിന് രാജീവ് ചന്ദ്രശേഖർ പാർട്ടി തീരുമാനിക്കട്ടെ എന്നാണല്ലോ സാധാരണ ആൾക്കാർ പറയാറുള്ളത്. അതിന് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ സുരേന്ദ്രൻ മാറിയാൽ അതിന് സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലാണ് രാജീവ് ചന്ദ്രശേഖർ സംസാരിക്കുന്നത്. പിന്നെ തിരുവനന്തപുരത്ത് വീട് പണിയുവാന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ പറയുന്നത് പോലെ BJPയുടെ അധ്യക്ഷനായാലും തിരുവനന്തപുരത്താണല്ലോ ആദ്യം കേന്ദ്രീകരിക്കേണ്ടത്. കാരണം BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉൾപ്പെടെ ഉള്ളത് തിരുവനന്തപുരത്താണ്. നമ്മുടെ സംസ്ഥാനത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരത്താണ്. പിന്നെ മൂന്നാമത് അദ്ദേഹത്തിനുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ, അദ്ദേഹത്തിന് അടുത്ത പ്രാവശ്യം മത്സരിക്കാൻ താല്പര്യമുള്ള, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച് വളരെ കുറച്ച് വോട്ടിന് പരാജയപ്പെട്ടിട്ടുള്ള ഒരു ലോക്സഭാ മണ്ഡലം, ആ മണ്ഡലത്തിൽ സ്ഥിരമായിട്ട് നിന്ന് ആ മണ്ഡലത്തിലെ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ആ മണ്ഡലത്തിലെ ആൾക്കാരുടെ വിഷയങ്ങൾ ഇടപെട്ട് ഒരു ജനകീയനായിട്ട് അടുത്ത പ്രാവശ്യം അദ്ദേഹം ഇലക്ഷനെ ഫേസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ശ്രമിക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലാവും. കാരണം അത്തരത്തിൽ ഈ രാജീവ് ചന്ദ്രശേഖരൻ ഇപ്പോഴും തലസ്ഥാനത്ത് അല്ലെങ്കിൽ കേരളത്തിലും ഒക്കെ ഇലക്ഷന് ശേഷം വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ പലവട്ടം പല കാര്യത്തിനകത്തും പ്രധാനപ്പെട്ട വിഷയങ്ങൾക്കകത്തും കേരളത്തിൽ അഭിപ്രായം പറയുന്ന BJP നേതാക്കന്മാരുടെ കൂടെ രാജീവ് ചന്ദ്രശേഖറും ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം ഈ വീട് വാങ്ങി അവിടെ താമസമാക്കി കൃത്യമായിട്ട് ജനങ്ങൾക്കിടയിൽ വളരെ കൃത്യതയോടുകൂടി ഏറ്റവും കൂടുതൽ സമയം ഡൽഹിക്കപ്പുറം കേരളത്തിലേക്ക് വന്ന് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഇടപെട്ട് കേരളത്തിലെ BJP മുന്നോട്ടുള്ള പോക്കിന് ഇടപെടുന്നതിന് വേണ്ടി തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത്. അപ്പം ഇതിനകത്ത് ഞാൻ മുമ്പേ പറഞ്ഞത് രണ്ട് ഗുണമുണ്ട്. ഇപ്പം ഈ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ട് രാജീവ് ചന്ദ്രശേഖർ വന്നാൽ ഗുണമുണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിനകത്ത് അത് BJP ആണ് തീരുമാനിക്കുന്നത്. ഇവിടുത്തെ ആദ്യത്തെ ഒരു അഭിപ്രായം വെച്ച് നോക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ നയിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കകത്തും ഏഷ്യാനെറ്റ് ചാനൽ ഒഴിച്ച് ബാക്കിയെല്ലാം വിജയത്തിലേക്കാണ് പോകുന്നത്. ഏഷ്യാനെറ്റ് ചാനലിനെ നയിക്കുന്നതിനകത്ത് മാത്രം രാജീവ് ചന്ദ്രശേഖർ നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, അതിനകത്ത് പരാജയമാണ്. ഏഷ്യാനെറ്റിന്റെ മുമ്പിൽ രാജീവ് ചന്ദ്രശേഖർ പരാജയപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ രാജീവ് ചന്ദ്രശേഖർ ഇവിടുത്തെ പ്രസിഡന്റ് ആയി കഴിയുമ്പോൾ ആദ്യം നിയന്ത്രിക്കേണ്ടത് ഏഷ്യാനെറ്റിനെ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഏഷ്യാനെറ്റിനെ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ ഇതുവരെയുള്ള സിന്ധു സൂര്യകുമാർമാരുടെ ഒരു കൂട്ടായ്മ അതിനകത്ത് നടക്കുമ്പോൾ, ആ സിന്ധു സൂര്യകുമാർമാരുടെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ BJPക്കെതിരെയുള്ള ഒരു കൂട്ടായ്മയാണ്. അപ്പൊ അത് രാജീവ് ചന്ദ്രശേഖർ വരുമ്പോഴും ലോകസഭയിൽ അദ്ദേഹം മത്സരിക്കുമ്പോഴും ഇതേ കൂട്ടായ്മ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് എതിരായിട്ട് വളരെ കൃത്യമായിട്ട് പ്രവർത്തിച്ചതാ. ഇത് പലവട്ടം ചൂണ്ടിക്കാണിച്ചപ്പോഴും പുള്ളിക്ക് വളരെ കൃത്യമായിട്ട് മലയാളം അറിയാൻ വയ്യാത്തത് കൊണ്ടാണോ അതോ അനുവദിച്ചത് കൊണ്ടാണോ എന്നുള്ള കാര്യം നമുക്ക് നടക്കുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹം വരുമ്പോൾ, ഇദ്ദേഹം ഇവിടെ പാർട്ടിയെ നന്നാക്കാൻ താഴെത്തട്ട് തൊട്ട് മേലെത്തട്ട് വരെ വരുമ്പോൾ, അല്ലെങ്കിൽ ആ അണികൾക്ക് ആവേശം കൊടുക്കുമ്പോൾ ആ ആവേശം BJPയുടെ ആവേശമാക്കി മാറ്റി അതിന്റെ BJPയുടെ അജണ്ടകൾ ആൾക്കാരുടെ ഇടയിൽ പ്രചരിപ്പിച്ച് അത് അവരെ ബോധ്യപ്പെടുത്തി അതാണ് ശരിയെന്ന് കണ്ട് ജനകീയ സംവിധാനം അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിൽ കൂടി അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയാണ് ഇദ്ദേഹം. അപ്പം ഗുണമുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ, ഇദ്ദേഹത്തോട് യോജിച്ചു പോകുന്നതിന് വേണ്ടി ഉള്ള ഒരു സംവിധാനം, അല്ലെങ്കിൽ അദ്ദേഹത്തെ നേതാവായിട്ട് അംഗീകരിക്കുന്നതിന് ആ പാർട്ടിക്കകത്തുള്ള ബൂത്ത് തലം തൊട്ട് മേലോട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ആ മാനസികാവസ്ഥ ഉണ്ടായാല് യോജിച്ചു പോകുമോ എന്ന് ലക്ഷ്മി ചോദിച്ചതിന് കൃത്യമായ മറുപടിയും അതിന്റെ റിസൾട്ടും വരത്തുള്ളൂ. കാരണം RSSന്റെ ഏറ്റവും വലിയ വക്താവും അല്ലെങ്കിൽ RSSകാരനായിട്ടുള്ള ജീവിതം നയിക്കുന്ന ആളും, അല്ലെങ്കിൽ ഒരു കളങ്കവും ഇല്ലാതെ ഒരു അധികാരമോഹവും ഇല്ലാതെ അത്തരത്തിലുള്ള ഒരു ആള് ഇവിടെ വന്നാൽ BJP രക്ഷപ്പെടും എന്ന് വിചാരിച്ച് BJPയുടെ അധ്യക്ഷനാക്കിയ ആളാണ് നമ്മൾ ഈ പറയുന്ന പോലെ കുമ്മനം രാജശേഖരൻ. ആ കുമ്മനം രാജശേഖരന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ അന്ന് കേരളത്തിൽ BJPക്കകത്ത് സംഘടനാ തലത്തിന് അല്ലെങ്കിൽ സംഘടനാ തലത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം മാറിയത്. അദ്ദേഹത്തെ മാറ്റിയേ മതിയാകൂ. അദ്ദേഹത്തെ മാറ്റുന്നതിന് വേണ്ടി അതിനകത്ത് ആന്തരികമായിട്ടുള്ള ചരടുവലികൾ നടന്നിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അവിടുന്ന് പോയത്. അപ്പം ആ രീതിയിലൊക്കെ നോക്കുമ്പോൾ BJPക്കകത്ത് ആര് നേതാവായിട്ട് വന്നാലും, ഒരുപക്ഷെ സുരേന്ദ്രൻ ഇരുന്നപ്പോൾ ഒരു BJPക്കകത്ത് എത്ര പ്രശ്നങ്ങൾ പറയുമ്പോഴും ഒരു പരിധിവരെ സുരേന്ദ്രൻ അത് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്.
എന്തോ ആരുടെ ഗുണം കൊണ്ട് അതിനകത്ത് ഒരു കൂടുതൽ റിസൾട്ടുകൾ വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ വോട്ടിംഗ് ശതമാനം പരിശോധിക്കുമ്പോൾ കൂടുതലായി വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരു ഘട്ടത്തിൽ ഒരു MLA സ്ഥാനം നഷ്ടപ്പെട്ടെങ്കിലും പിന്നെ ഇപ്പം ഒരു MP ഒക്കെ ഉണ്ടാവുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ഇപ്പൊ പല സർവേകൾക്കകത്തും പരിശോധിക്കുമ്പോൾ ഇപ്പം നിൽക്കുന്ന 17% ഈ ഇപ്പൊ election നടന്നാൽ, ലോക്സഭ election നടന്നാൽ അതൊരു 7% കൂടി വളരെ വലിയൊരു മുന്നേറ്റം ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പം വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ രാഷ്ട്രീയ സാഹചര്യം അല്ലെങ്കിൽ ഇവിടുത്തെ മണ്ണ് ഉഴുതിട്ടിരിക്കുന്നത് BJPക്ക് അനുകൂലമായിട്ടുള്ള റിസൾട്ടിന് വേണ്ടിയുള്ള സാധ്യത. അത് BJP എത്രത്തോളം ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ പറ്റിയും, അല്ലെങ്കിൽ BJP ഉപയോഗിച്ച് അതിനകത്ത് ഗുണം വരുത്തുന്നത് BJPയുടെ താല്പര്യം. കാരണം BJPക്ക് കൊള്ളാവുന്ന നേതാക്കന്മാർ, അത് സംസ്ഥാന പ്രസിഡന്റ് അല്ലെങ്കിൽ പോലും സുരേഷ് ഗോപിയും PC ജോർജും ഒക്കെ കേരളത്തിലുള്ള ഒരു അവസ്ഥയുണ്ട്. PC ജോർജിനെ ഏൽപ്പിച്ചപ്പോൾ PC ജോർജ് BJPക്ക് ഇനിയും പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലുള്ള രാഷ്ട്രീയ മുദ്രാവാക്യവുമായിട്ടാണ് അദ്ദേഹം വെളിയിലിറങ്ങിയിട്ടുള്ളത്. അതായത് ഇവിടെ ജയിക്കണമെങ്കിൽ ഇപ്പം ഉള്ള ഹിന്ദു വോട്ടിന്റെ കൂടെ, അല്ലെങ്കിൽ ഇപ്പം നിൽക്കുന്ന BJPക്ക് നിൽക്കുന്ന വോട്ടിന്റെ കൂടെ ഒരു ന്യൂനപക്ഷ വോട്ടും കൂടി വന്നാൽ വളരെ പെട്ടെന്ന് തന്നെ കേരളത്തിൽ അധികാര സ്ഥാനങ്ങളിൽ വരുന്നതിനും നിയമസഭയിലും MLA ഉണ്ടാകുന്നതിനും ലോകസഭയിൽ MP ഉണ്ടാകുന്നതിനും ഒക്കെ സാധ്യമാകും. അത്തരത്തിലൊരു രാഷ്ട്രീയമുണ്ട്. അപ്പൊ ആ രാഷ്ട്രീയം ഏറ്റെടുക്കുന്നു സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം. സുരേഷ് ഗോപി ജനങ്ങൾക്കിടയിലേക്ക് പോകുന്നതിന് വേണ്ട സപ്പോർട്ടും പ്രചരണവും കൊടുത്ത് അത്തരത്തിലൊരു രാഷ്ട്രീയം, അതിനെ അനുകരിച്ചിട്ടുകൊണ്ട് ബാക്കിയുള്ള നേതാക്കന്മാർ താഴെത്തട്ടിൽ ഇറങ്ങി പഞ്ചായത്തിൽ ജയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയം, ഈ പറയുന്ന PC ജോർജിന്റെ രാഷ്ട്രീയം, ഈ പറയുന്ന കോട്ടയം, പാല, ഈരാറ്റുപേട്ട അല്ലെ മുസ്ലിം ക്രിസ്ത്യൻ ഏരിയകൾ അദ്ദേഹം പറയുന്ന രാഷ്ട്രീയ, അദ്ദേഹം പറയുന്ന മുദ്രാവാക്യം ഏറ്റെടുത്തു പോകുന്ന ഒരു അവസ്ഥ. ഈ വഖഫ് വന്നപ്പോൾ UDF-ഉം LDF-ഉം ഏറ്റെടുത്ത്, അല്ലെങ്കിൽ അവരുടെ നിലപാടുകൾ അതിനെതിരെ പറഞ്ഞത് കൊണ്ടുള്ള വൈരാഗ്യമാണ് PC ജോർജിനോടും സുരേഷ് ഗോപിയോടും ഉള്ളത്. ആ വൈരാഗ്യം ഏറ്റവും ആദ്യം തോന്നിയിട്ടുള്ളത് മുസ്ലിങ്ങൾക്കാണ്. ആ മുസ്ലിങ്ങളുടെ ഭാഗമായിട്ട് നിൽക്കുന്നതാണ് ഇവിടുത്തെ UDF-ഉം LDF-ഉം. ആ രീതിയിലുള്ള പ്രചരണം നടത്തി, അല്ലെങ്കിൽ അതിനെതിരെ ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെ കുഴപ്പങ്ങൾക്കെതിരെ, ക്രിസ്ത്യാനികൾക്ക് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ ഉയർത്തി കാണിക്കാൻ UDF-ഉം LDF-ഉം ഇല്ല. ആ UDF-ഉം LDF-ഉം ഇല്ലാത്തത് ഇവിടുത്തെ മുസ്ലിം വോട്ടുകളെ ഉദ്ദേശിച്ചാണ് എന്നുള്ള രീതിയിലൊക്കെ ഒരു പ്രചരണം നടത്തി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഉള്ള ഒരു BJP ആണ് കേരളത്തിൽ ഉണ്ടാകുന്നത്. അതിനെ നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന ആരായാലും, അത് രാജീവ് ചന്ദ്രശേഖരാണ് അതിന് ഏറ്റവും നല്ലതെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ പ്രയോജനപ്രദമാകുന്ന ഒരു അധ്യക്ഷനായിട്ട് മാറും. അല്ലാതെ അലങ്കാര വസ്തുവായിട്ട് ഒരു അധ്യക്ഷ സ്ഥാനം ഉപയോഗിച്ച് അധികാരത്തിൽ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഈ സ്ഥാനം കൊണ്ട് ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ കുടുംബവും സമൂഹത്തിൽ അല്ലെങ്കിൽ കൃത്യമായ ഒരു അംഗീകാരം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. BJP MLA-മാര് MP-മാരും അല്ലെങ്കിൽ BJPക്ക് നാളത്തെ ഇവിടുന്ന് കേന്ദ്രമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒന്നും വേണ്ട, ഞങ്ങളിൽ ഒതുങ്ങി നിന്നാൽ മതിയെന്ന് വിചാരിച്ചു പോകുന്ന ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയക്കാർ BJPക്ക് അകത്ത് ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോകുന്നതിനാണ് ഈ രാജീവ് ചന്ദ്രശേഖർ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരൻ വന്നാലും സാക്ഷാൽ അമിത്ഷാ വന്നാലും നരേന്ദ്രമോദി വന്നാലും ഈ നിലപാടാ കേരളത്തിലെ ബാക്കി താപ്പോട്ടുള്ള ആൾക്കാർ എടുക്കുന്നതെങ്കിൽ BJPക്ക് മുന്നോട്ട് പോകുന്നതിനോ അധികാരത്തിൽ വരുന്നതിനോ സാധ്യമല്ല. കാരണം BJP കേരളത്തിൽ അധികാരത്തിൽ വരണമെങ്കിൽ വിയർപ്പൊഴുക്കി പണി ചെയ്താലേ ഇനി സാധ്യമാകത്തുള്ളൂ. കാരണം ഇതുവരെ വരാനുള്ളതൊക്കെ വന്നു കഴിഞ്ഞു. അതിനകത്ത് ഈ പറയുന്നത് പോലെ സ്വാഭാവികമായിട്ടും വന്നു. ഇനിയും വരാനുള്ളത് ജയിക്കുന്നതിന് വേണ്ടിയുള്ള വോട്ടാണ്. ഇനിയും വരാനുള്ളത് ഏറ്റവും മുൻപന്തിയിൽ വേണ്ടി കേരളത്തിൽ നിൽക്കുന്നതിന് വേണ്ടിയുള്ള വോട്ടാണ്. ഇപ്പം നിൽക്കുന്ന 17-ൽ നിന്നും ഒരു 7% കൂടി വരുമ്പോൾ ഇവിടുത്തെ 3 രാഷ്ട്രീയ പാർട്ടികളും ഏതാണ്ട് ത്രികോണ മത്സരത്തിന് പ്രാപ്തമാകുന്ന രീതിയിലേക്കുള്ള വോട്ട് ഷെയറുമായിട്ട് നിൽക്കും. അതായത് ഒരു 30% വോട്ട് ഷെയർ ഒരു പാർട്ടിയുടെ ഭാഗമായിട്ട് വന്നാൽ ആ പാർട്ടി പിന്നെ ലൈം ലൈറ്റിൽ നിൽക്കും. കാരണം 100%-ന് അത് 30%, വേറെ 2 പ്രധാനപ്പെട്ട പാർട്ടികൾ ഉണ്ടെങ്കിൽ ആ പാർട്ടിയും ഏതാണ്ട് 30% വീതം വോട്ടിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ 35, 30, ഈ ബാക്കി 10% എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ആദേശ സ്വതന്ത്രരെ അല്ലെങ്കിൽ വോട്ട് ചെയ്യാത്തവരെ ഒക്കെ ആയിട്ട് വരും. 100% നമ്മൾ പറയുന്ന ബാലറ്റിനകത്തുള്ള വോട്ടിന്റെ അത്രയും ശതമാനം വോട്ടൊന്നും വരത്തില്ലല്ലോ. 70%, 70%, 67% ഒക്കെയാണ് വോട്ട് വരുന്നത്. അപ്പൊ ഈ രീതിയിലൊക്കെ രാഷ്ട്രീയം എത്താൻ സാധ്യതയുള്ള പാർട്ടിയായിട്ട് ഇന്ന് BJP മാറിയിട്ടുണ്ട്. അതിനു വേണ്ടിയുള്ള രാഷ്ട്രീയം ഏറ്റവും എളുപ്പവും ഏറ്റവും സ്പീഡിൽ എത്താൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ന്യൂനപക്ഷത്തിന്റെ സഹായമാണ്. ആ ന്യൂനപക്ഷത്തിന്റെ സഹായത്തിന്
യോഗ്യമാകുന്ന രീതിയിൽ കേരളത്തിൽ പല പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ട്. അത് വഖഫിന്റെ രൂപത്തിലായാലും ഈ പറയുന്ന ലവ് ജിഹാദിന്റെ രൂപത്തിലായാലും പള്ളികൾ ആക്രമിക്കുന്ന രൂപത്തിലായാലും അല്ലെങ്കിൽ ഈ മുസ്ലിം മത തീവ്രവാദികളുടെ ക്രിസ്ത്യൻ ആക്രമണത്തിന്റെ രൂപത്തിലായാലും ഇത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകുന്നത്. ഇവിടുത്തെ UDF-ഉം LDF-ഉം സ്വീകരിക്കുന്ന അതേ നിലപാട് തന്നെയാണ് പക്ഷവാദി അല്ലെങ്കിൽ ഈ പറയുന്ന SDPക്കാരനും PFIക്കാരനോടും ഒക്കെ BJP സ്വീകരിക്കുന്നതെന്ന് പലയിടത്തും പറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ആ രീതിയിൽ കാര്യങ്ങൾ പോയാൽ ഈ പറയുന്ന BJPക്ക് മുന്നേറാൻ സാധിക്കത്തില്ല. BJPക്ക് മുന്നേറുന്നതിന് വേണ്ടി ആദ്യം ഏറ്റവും കൂടുതൽ ആൾക്കാരെ, ജനപ്രതിനിധികളെ താഴെത്തട്ടിൽ, നമ്മൾ ഈ പറയുന്നത് പോലെ പഞ്ചായത്ത് തലത്തിൽ, പഞ്ചായത്ത് മെമ്പർമാർ തന്നെയാണ് ഏറ്റവും കൂടുതൽ BJPക്ക് ഉണ്ട്. ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരെക്കാട്ടി കൂടുതൽ ഈ പറയുന്ന വാർഡുകളിൽ നിന്ന് ആൾക്കാരുണ്ടാവണം. അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളിൽ നിന്നും കോർപ്പറേഷനിൽ നിന്നും ആൾക്കാരുണ്ടാവണം. അപ്പോൾ ജനങ്ങളുടെ ഇടയ്ക്ക് സംവദിക്കുന്ന, അതായത് ജനത്തിന്റെ ഇടയ്ക്കോട്ട് ചെല്ലുന്നതിനെക്കാട്ടിൽ കൂടുതൽ ജനം അവരിലേക്ക് വന്നിട്ടുണ്ട്. സാധാരണക്കാരൻ അവരുടെയിലേക്ക് വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. പഞ്ചായത്ത് മെമ്പർമാർ ഉണ്ടായാൽ അവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിലെ ആവശ്യം വളരെ സാധാരണക്കാരായിട്ടുള്ള അവരുടെ വോട്ട് സ്വാധീനിക്കാൻ ശ്രമിച്ചാൽ ഏറ്റവും കൂടുതൽ വോട്ടുള്ളത് അവർക്കാണ്. ഏറ്റവും കൂടുതൽ മറ്റ് പാർട്ടിക്കാർക്ക് പ്രധാനപ്പെട്ട ഏറ്റവും വലിയ പാർട്ടി ആണെന്ന് പറഞ്ഞ് ഇന്ന് കേരളത്തിൽ നിൽക്കുന്ന CPM-ന് ഏറ്റവും കൂടുതൽ വേരോട്ടമുള്ള അവരുടെ ഇടയിലാണ്. അവരിൽ നിന്ന് പറിച്ചെടുക്കാൻ, ഇപ്പോൾ ഉള്ളതിന്റെ കൂടെ കൂട്ടിവെക്കാൻ, കൂടുതൽ ആൾക്കാരെ സംഘടിപ്പിക്കാൻ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ജനപ്രതിനിധികൾ കൂടുതൽ ഉണ്ടാവുന്നത് നന്നാവും. ആ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ ഇപ്പം PC ജോർജിന്റെ പൊളിറ്റിക്സ് ആ പൊളിറ്റിക്സ് വർക്കൗട്ട് ആവുന്നിടത്ത് അത് ഏറ്റവും വലിപ്പത്തിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കണം. അല്ലെ PC നാളെ അങ്ങ് നേതാവായി പോകുമെന്ന് മടിച്ചു പുറകോട്ട് നിന്നാൽ BJP-യിൽ നാളെ നേതാക്കന്മാരല്ലാതാവുന്ന ഒരവസ്ഥ പോലും BJP ഈ ഒരവസരത്തിൽ കൊടിയും പിടിച്ച് വടിയും കുത്തി ഈ നടന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് വളരെ കൂടുതൽ സമയം കേരളത്തിൽ നിൽക്കും. അതുകൊണ്ട് BJP-യുടെ സംസ്ഥാന അധ്യക്ഷനെ ഏറ്റവും പെട്ടെന്ന് തീരുമാനിക്കട്ടെ. ആരായാലും അയാളുടെ കൂടെ വളരെ കൃത്യമായിട്ട്, സംസ്ഥാന അധ്യക്ഷൻ മാത്രമല്ലല്ലോ തീരുമാനിക്കുന്നത്, ഒരു കൂട്ടായ്മയാണല്ലോ തീരുമാനിക്കുന്നത്, ഒരു കമ്മിറ്റിയാണല്ലോ തീരുമാനിക്കുന്നത്. അതിനുവേണ്ടിയാണല്ലോ സംഘടന അവരുടെ കൂടെ ഒരേ മനസ്സോടും ഒരേ രീതിയിൽ ഒരു വ്യത്യാസവുമില്ല അധികാരത്തിൽ വരുന്നത് വരെയെങ്കിലും ഒന്നിച്ചു മുന്നോട്ട് പോകും. അതിനുശേഷം നിങ്ങൾ വീതം വെക്കുകയോ പങ്കുവെക്കുകയോ കൈയിട്ട് വാരുകയോ തൊട്ടു നക്കുകയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം ആ രീതിയിലേക്ക് പോയാൽ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ ഒരു കൂട്ടായ്മയും ഒന്നിച്ചു പോകുന്ന ഒരു അവസാനം സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രശേഖർ ആയാലും പ്രശ്നമില്ല, സുരേന്ദ്രനായാലും പ്രശ്നമില്ല, കോവാലനായാലും പ്രശ്നമില്ല, ശങ്കരനായാലും പ്രശ്നമില്ല. ആ രീതിയിലേക്ക് തീരുമാനിച്ച് മുന്നോട്ട് പോയാൽ BJP-യുടെ രക്ഷപ്പെടും. ഏതായാലും രാജീവ് ചന്ദ്രശേഖർ അത്ര മോശമൊന്നുമല്ല. അദ്ദേഹം ഇപ്പം ഇതുവരെ നിന്നിടത്തും അല്ലെങ്കിൽ അയാൾ ഏറ്റെടുത്തിട്ടുള്ളിടത്തും ഒക്കെ അയാൾ വ്യക്തിമുക്ത പതിപ്പിച്ചിട്ടുള്ള ആളാണ്. ബിസിനസ് രംഗത്തായാലും മന്ത്രിയായിട്ടുള്ള കാര്യത്തിലായാലും രാജ്യസഭ MP എന്നുള്ള കാര്യത്തിലായാലും കേന്ദ്രത്തിന് വളരെ തൃപ്തിയുള്ള ആളാണ്, ഒരു നേതാവാണ്. അദ്ദേഹത്തെ അംഗീകരിക്കാൻ കേരളത്തിലെ BJP-ക്കാരും പ്രവർത്തകരും തീരുമാനിച്ചാലും മതി. ബാക്കിയുള്ളവർ അദ്ദേഹത്തെ അംഗീകരിച്ചോളും. BJP-ക്ക് പുറത്തുള്ളവർ അദ്ദേഹത്തെ അംഗീകരിച്ചോളും. അതിന് യാതൊരു തർക്കവുമില്ല. കാരണം അവർക്ക് അജണ്ടകളില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.